മനസ്സിലായി മുത്തോണ്ണ. ഓഹോ, മനസ്സിലായല്ലേ? നിന്റെ അലവിലാരി ഭർത്താവ് വന്നതിന് ചേട്ടൻ നിന്നെ അങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ. ഇനി ചന്തയിൽ പോയി കച്ചവടം നടത്തണ്ടെന്ന് അണ്ണൻ പറഞ്ഞു മുത്തോണ്ണ. ആര് പറഞ്ഞു? എന്റെ അണ്ണൻ. അത് പറയാ അവനാര്? അവൻ ആരാണത് പറയാ? അത് എന്റെ കഴുത്തിൽ താലി കെട്ടിയേ. താലി കെട്ടിയവൻ. എന്നിട്ടാ താലി എവിടെ? ആ താലി എവിടെ? അതും കൊണ്ട് വിറ്റവൻ. ഇതിനേക്കാളും ഞാൻ കെട്ടിത്തരാം താലി, അന്തസ്സോടെ. അണ്ണ അങ്ങനൊന്നും പറയല്ലേ അണ്ണ. ഞാൻ പറഞ്ഞൂടല്ലേ? നിനക്കറിയാമോ, ഞാൻ നിൽക്കുന്ന വീടിന്റെ തൊട്ടിപ്പുറം ഒരു 50 മീറ്റർ നടക്കണ്ട അവിടെ മലക്കറിക്കടയുണ്ട്. നല്ല മലക്കറിയാണ്. അത് വാങ്ങിക്കാതെ 2 കിലോമീറ്റർ ചന്തയിലോട്ടും അവിടെ നിന്ന് 2 കിലോമീറ്റർ ഇങ്ങോട്ടും മൊത്തം 4 കിലോമീറ്റർ കഷ്ടപ്പെട്ട് നടക്കുന്ന എന്തിനാണ്? എന്തിനണ്ണ? ഓ, എന്തെണ്ണ എടി, നിന്നെ കാണാൻ വേണ്ടി മാത്രം. അറിയാമോ? എന്നെ കാണാനാ? ഓ, ആദ്യമായിട്ട് കേൾക്കാണല്ലോ ഇതൊക്കെ അല്ലേ? നിനക്കറിയാമോ, നിന്നെ കാണാഞ്ഞിട്ട് നേരെ ഉറക്കമില്ല, ഭക്ഷണമില്ല. ഇതെല്ലാം പോട്ടെ, എന്റെ ജീവനായ കവിത എഴുത്തു പോലും ഇല്ല. അറിയാമോ? അണ്ണ എനിക്ക് വേണ്ടി ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലേ? ഒരുപാടല്ല, അതൊന്നും വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. അറിയാമോ? അണ്ണ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇത് വിധിയാണെന്നൊക്കെ കരുതി സമാധാനിക്കാനൊന്നും പറ്റൂല, അങ്ങനെ വിട്ടുകൊടുക്കാനും പറ്റൂല. നീ ഒരു കാര്യം ചെയ്, അവന് ഡൈവോഴ്സ് ചെയ്യ്. നിന്നെ പൊന്നെ പോലെ ഞാൻ നോക്കിക്കോളാം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലണ്ണ. അങ്ങനെ പറയാൻ പാടില്ല. അയ്യോ, അങ്ങനെ പറയാൻ പാടില്ലല്ലേ? ഞാൻ പിന്നെ എങ്ങനെ പറയണം? പറ. അയ്യോ, ഇനിയിപ്പൊ എന്ത് ചെയ്യണ? ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നാ പിന്നെ ഞാൻ പോട്ടാ. വീട്ടിലോട്ട്. എന്ത്? അല്ലെങ്കിലേ താമസിച്ചെന്നും പറഞ്ഞ് അങ്ങേര് കത്തിയെടുത്ത് നിക്കും. യവനെ വെട്ടിക്കൊല്ലാൻ വീണ്ടും ആരുമില്ലല്ലോ ദൈവമേ. അങ്ങനെ പറയലണ്ണ, എന്റെ താലി ഭാഗ്യം ഇല്ലാതെ പോവും. ഓ, താലി ഭാഗ്യം. പോ, നീ പോടി. എന്റെ കണ്ണുനീര് വീണു നീ പോയ വഴിയെല്ലാം ആ കണ്ണുനീര് ചെന്നെത്തിയത് കടലിലേക്ക്. മുത്തോണ്ണ, ഓ മുത്തോണ്ണ എന്നെ കരുതി ഒരിക്കലും ഈ കവിത എഴുത്ത് നിർത്തരുത്. ഇല്ല. ഓ, എന്തോ നടാ, എത്ര നേരമായി നീ ചന്തയിലെന്നും പറഞ്ഞ് പോയിട്ട്? എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ കാത്തിരിക്കുമെന്നറിയാവോ? യുദേ, ഒട്ടും സമയം കളയാതെ അകത്തി എന്ന് ആ വിളക്കൊക്കെ ഒന്ന് തേച്ച് ഒന്ന് കത്തിച്ച് വെക്ക്. ഒരു അത്യാവശ്യമായ കാര്യങ്ങളുണ്ട്. വയ്യാത്തോല്ലോ കൊച്ചമ്മ. എന്താടാ? അല്ല, നടന്ന് ക്ഷീണിച്ചതിൻ്റെതായിരിക്കും. എന്താ നിനക്ക് വയ്യേ? കുഴപ്പമില്ല കൊച്ചമ്മ, കുഴപ്പമില്ല. അതേ, ഒരുപാട് ഒരു ദുർഘടം പിടിച്ച ഒരു സമയത്തൂടാ നമ്മൾ എല്ലാവരും പോകുന്നത്, ഈ വീടടക്കം. എല്ലാത്തിനും ഒരു പരിഹാരം വേണോടാ. അതാ അദ്ദേഹം പറഞ്ഞ ഒരു പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ടേ നിനക്കടക്കം. അതെ, ഗ്രഹപ്പഴ സമയമായി ഇപ്പോഴ്. ചെല്ല്, നീ അതെല്ലാം ഒന്ന് ഭക്തിയോടെ ചെയ്യേ, എല്ലാം മാറി കിട്ടും കേട്ടോ. എല്ലാം മാറണം കൊച്ചമ്മ. എല്ലാം മാറിയാൽ എനിക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം മാറുന്നുണ്ടെങ്കിൽ ഞാൻ മാറാൻ വേണ്ടി എന്തും ചെയ്യും. എല്ലാം മാറൂടാ, നീ വിഷമിക്കാതെ. അവന് ഏതാണ്ടൊക്കെയോ ദുഃഖം. സമയം ശരിയല്ല, അത് പറഞ്ഞാൽ മതിയല്ലേ ഭഗവാനേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.